ഇങ്ങനെ ഒരു കാരണവശാലും വെക്കരുത്. കാരണം വേറൊന്നല്ല, നിങ്ങളെ എപ്പോഴെങ്കിലും ഈ ജനല തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാമ്പ് ഉറപ്പായിട്ടും വീടിനകത്തേക്ക് കയറും. കെട്ടും വളയും പുള്ളിയൊക്കെ കണ്ടില്ലേ. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, മുക്കാട്ടുകര. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാ കണ്ടേ? ആരെ കണ്ട ആദ്യം? അവിടെ നിന്ന് വരികയായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നിന്ന് വന്നു. ഇവിടെ കുറച്ച് മരത്തടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു കാരണവശാലും വെക്കരുത്. കാരണം വേറൊന്നല്ല, നിങ്ങളെ എപ്പോഴെങ്കിലും ഈ ജനല തുറന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാമ്പ് ഉറപ്പായിട്ടും വീടിനകത്തേക്ക് കയറും. അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തടിയും അല്ലെങ്കിൽ വിറക്ക് വെച്ച് കഴിഞ്ഞാൽ ജനലോട് ചേർന്നിട്ടാണ്. പലരും ചോദിക്കാറുണ്ട് വീടിനകത്തേക്ക് എങ്ങനെയാണ് പാമ്പ് കയറുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ വീടിൻ്റെ അകത്തേക്ക് ഒരുപാട് കയറുന്ന റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ജനല തുറന്നിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാമ്പ് വീടിനകത്തേക്ക് എത്തിപ്പെട്ടാണ്. അപ്പോൾ സംഭവം എല്ലാവരും മൂർഖനാണെന്നുള്ള ധാരണയിലാണ് എന്നെ വിളിക്കണേ. ചെറുതായിട്ട് പത്തിയൊക്കെ വിരിച്ചെന്ന് ഒരാൾ കൂടെ പറഞ്ഞു. സംഭവം പത്തി വിരിച്ചല്ല, പാമ്പൊന്ന് ജസ്റ്റ് തല പൊക്കിയിട്ടുണ്ടാവും. അതിപ്പോൾ ചേരയായാലും നീർക്കോലി ആയാലും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തലയൊക്കെ പൊക്കും. അപ്പം അങ്ങനെ കാണുമ്പോൾ ആൾക്കാർ മിക്കവാറും അത് മൂർഖനാണ് എന്നുള്ള ഒരു ധാരണയിലിരിക്കും. സംഭവം അത്യാവശ്യം വലിപ്പമുള്ളൊരു കാട്ടുപാമ്പാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, കാട്ടുപാമ്പ് ദേഹത്ത് കെട്ടും വളയും പുള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് ആ വളയും പുള്ളികളും കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ഇത് വെള്ളിക്കട്ടനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അധികം വൈകിപ്പിക്കേണ്ട, അത്യാവശ്യം വലിപ്പമുണ്ട്. അത്രയും വലിപ്പമുള്ള കാട്ടുപാമ്പിനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ഓർമ്മയിലില്ല. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെസ്ക്യൂയിലേക്ക് കിടക്കാം. ഓക്കെ. കെട്ടും വളയും പുള്ളിയൊക്കെ കണ്ടില്ലേ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ വളഞ്ഞിട്ടേ തല പൊക്കിയിരിക്കും. പോട്ടെ. No. അപ്പോൾ സംഭവം സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു പിടിച്ചപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്, വയറ്റിൽ മുട്ടയുണ്ടാവുന്നൊരു ഡൗട്ടുണ്ട്. സാധ്യതയുണ്ട്. അങ്ങനെ പിടിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. എന്നാലും നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വീഡിയോ ഞങ്ങളുടെ മൈൻഡ് ഒക്കെ ആണ്. വീണ്ടും അടുത്ത വീഡിയോ. ഇറ്റ്സ് മീ ജോജു സൈനിങ് ഓഫ്.